നാടൊന്നാകെ ചർച്ച ചെയ്ത് വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യേണ്ട ഒരു വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. നമ്മളത് ഡീൽ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീൽ ചെയ്തു, പക്ഷേ ഡീൽ ചെയ്യേണ്ട പോലെ ഡീൽ ചെയ്തോ? ഇവിടെ നീതി ഉറപ്പാക്കേണ്ട സ്ഥലത്തത് ഉറപ്പാക്കിയോ? അതിനുവേണ്ടിയുള്ള ഒരു സ്റ്റെപ്പെങ്കിലും എടുത്തു വെച്ചോ? അതിപ്പോൾ ഭരിക്കുന്നവരാണെങ്കിലും ജനങ്ങളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും സമൂഹ മാധ്യമങ്ങളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തോ? അത് ഉറപ്പാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പെങ്കിലും എടുത്തു വെച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല 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 എന്ന് തന്നെയാണ് ഉത്തരം. പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്ന ആരോപണങ്ങളും അതിനെ തുടർന്ന് നമ്മൾ അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തത്, നമ്മളെല്ലാവരും കൂടി എങ്ങനെയാണ് ഡീൽ ചെയ്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുമാണ്. നമുക്ക് ആദ്യം ഈ വിഷയം എന്താണെന്നുള്ളത് നോക്കാം. കുറേ ആളുകൾക്ക് എന്തൊക്കെയോ ചാറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ട്. യവനൊരു കോഴിയാണ് എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ധാരണയില്ല എന്നുള്ളത് നമുക്ക് പല പോസ്റ്റുകളിലും കമൻറ്റുകളിലും ഒക്കെ വ്യക്തമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിഷയം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗത്വമുള്ളയാൾ, യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരുന്നയാളാണ്. പാലക്കാട് MLA ആണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തരായ യുവ നേതാക്കളിൽ ഒരാൾ. 2025 ഓഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ ചില സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ കേരള സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത്. അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. തന്നോട് മോശമായി തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ താനുമായി സംവദിച്ചിരുന്നു എന്നൊരു സ്ത്രീ തുറന്നു പറയുകയാണ്. ആ തുറന്നു പറച്ചിൽ ഒരു ചർച്ചയായതിനെ തുടർന്ന് നമ്മുടെ മാധ്യമങ്ങൾ ചാറ്റ് ഞങ്ങൾക്ക് കിട്ടി, ഫസ്റ്റ് ഞങ്ങൾക്കാണ് കിട്ടിയത്, ഞങ്ങളാണിത് പുറത്തുവിടുന്നത് എന്ന് പറഞ്ഞ് പല സ്ക്രീൻഷോട്ടുകളും സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോസും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നു. സ്വാഭാവികമായും അതിനുശേഷം പരാതികളുടെ ഒരു പ്രവാഹം ഉണ്ടാകുന്നു. മറ്റു ചില പെൺകുട്ടികളും തങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി സംസാരിച്ചിട്ടുണ്ട്, മോശമായി ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന തെളിവുകളുമായി മുന്നോട്ട് വരുന്നു. ഇതെല്ലാം പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് കാരണമാകുന്നു. ഇതിനുശേഷമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ്, ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം അത് അബോർട്ട് ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റേത് എന്ന് ആരോപണം നേരിടുന്ന ഒരു ഫോൺ കോൾ സംഭാഷണവും സ്ക്രീൻഷോട്ടുകളും ഒക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ മുതൽ കാര്യങ്ങൾ വളരെ സീരിയസ് ആവുകയാണ്. തുടക്കത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പുകളുണ്ട്. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പല സ്റ്റേറ്റ്മെൻറ്റുകളും വരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ പൊളിറ്റിക്കൽ പ്രഷർ വളരെയധികം രൂക്ഷമാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുകയാണ്. അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടികൾക്ക് പാർട്ടികളുടേതായ അന്വേഷണമൊക്കെ ഉണ്ടല്ലോ. പുറത്തുനിന്നുള്ള അന്വേഷണത്തിനേക്കാളും നമ്മളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്ന, സ്വാഭാവികമായി നമ്മൾ ഇതിനു മുമ്പും അത്തരം ചില അന്വേഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്, അതും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം KPCC മുൻകൈ എടുത്തുകൊണ്ട് നടപ്പിലാക്കുന്നു. അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ MLA പദവി രാജിവെച്ചിട്ടില്ലായിരുന്നു. അയാൾ MLA പദവി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ നമ്മളിപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അയാൾ പാലക്കാട് MLA ആയി തന്നെ തുടരുകയാണ്. ഇതിനകത്ത് സ്റ്റോക്കിംഗ് പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് തുടങ്ങി വളരെ സീരിയസ് ആയിട്ടുള്ള ഗർഭചിത്രത്തിനൊരു സ്ത്രീയെ നിർബന്ധിക്കുക എന്ന് പറയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള വകുപ്പുകൾ വരെയുണ്ട്. പക്ഷേ ഇതിലേറ്റവും സീരിയസ് ആയിട്ടുള്ള പരാതിക്ക്, അല്ലെങ്കിൽ പരാതി ആവേണ്ടുന്ന കാര്യത്തിന് ഇതുവരെ ഒരു ഒഫീഷ്യൽ പരാതി കിട്ടിയിട്ടില്ല. നമ്മൾ ഈ കുറ്റകൃത്യങ്ങൾ ഗൗരവതരം എന്നൊക്കെ പറയുമ്പോൾ സ്റ്റോക്കിംഗ് ഒക്കെ ചെറിയ കേസല്ലേ, ഈ ഗർഭഛിദ്രം എന്ന് പറയുന്നത് അതല്ലേ ഭയങ്കര കേസ് എന്ന് പറയുന്നൊരു രീതിയിൽ നമ്മളായിട്ട് അവതരിപ്പിക്കുകയല്ല. എല്ലാ കുറ്റകൃത്യങ്ങളും വളരെ ഗൗരവകരമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റോക്കിങ്ങിനേക്കാൾ വളരെ ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമാണ് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കുക, അതിനുശേഷം ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ നോക്കുമ്പോൾ സ്റ്റോക്കിംഗ് അടക്കമുള്ള ആദ്യം വന്നിട്ടുള്ള ആരോപണങ്ങൾക്ക് പലതിനും ഇവിടെ പരാതി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് എന്ന് പറയുന്ന ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്ന് പറയുന്നതിന് നാളിതുവരെയും ഒഫീഷ്യലായി ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന് ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്തയെ നമ്മൾ കണ്ടു. ക്രൈംബ്രാഞ്ച് സ്വമേധയായി കേസെടുത്തു എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കേസെടുത്തതിൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ, അത് പല പത്രമാധ്യമങ്ങളും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചില റിപ്പോർട്ടുകൾ കാണുമ്പോൾ എന്തോ സംഭവിച്ചു എന്ന് നമുക്ക് തോന്നും, ചില റിപ്പോർട്ട് കാണുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നും. ഇതിലെ വാർത്ത കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് സ്വമേധയായി കേസെടുക്കുകയും അവർ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് FIR സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഒഫീഷ്യലായിട്ട് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒഫൻസിന് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിലിരിക്കുന്നത് കുറേ ഫോൺ കോൾ റെക്കോർഡ്സ്, അതും ഓഡിയോ റെക്കോർഡ് ചെയ്തത്, വീഡിയോ റെക്കോർഡ് ചെയ്തത്, കുറേ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ്. ഈ AI യുഗത്തിൽ ഇതൊക്കെ ഫേക്കാണ് എന്ന് വാദിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി സൈബർ ഫോറൻസിക് വിഭാഗമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി അവരുടെ റിപ്പോർട്ട് പോലീസിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് നിലവിൽ ഈ കേസിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതിൽ
കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിൽ ഞാൻ ആഡ് ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിരിച്ചുവിട്ടിട്ടില്ല, അയാളുടെ അധികാര പദവിയിൽ നിന്ന് പിന്മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി. ഇവിടെ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് കാര്യമായി ഒന്നും തന്നെ പറയാനില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എലക്ഷൻ വരാൻ പോവുകയാണ്. എലക്ഷൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണ പരിപാടികളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന അത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വാർത്തകൾ നിങ്ങൾ പ്ലേസ് ചെയ്തോളൂ. ഞങ്ങൾക്ക് പറയാനുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്ന് കട്ടതടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൗണ്ടറായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പ്ലേസ് ചെയ്യുക. നമ്മളിൽ ആര് പ്ലേസ് ചെയ്യുന്നതാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിയുമ്പോൾ അറിയാലോ. എന്തായാലും നമ്മൾ ജനകീയ കോടതിയിലാണ് നിങ്ങളും ഞങ്ങളും ഞങ്ങളുടെ ആർഗ്യുമെന്റ്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു, ഞങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസ്മെന്റിന്റെ ഒടുവിൽ ആരുടെ ആർഗ്യുമെന്റ് ആണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നും നിഷേധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാധ്യമങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളോ മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ആരോപണങ്ങൾക്കോ അയാൾ ഒന്നിനെയും നിഷേധിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്താണെന്ന് വെച്ചായിക്കോ. അയാൾ ഒന്നിനെയും സമ്മതിക്കുന്നുമില്ല. അത് ശരിയാണ്, അത് അങ്ങനെയാണ്, അങ്ങനെയല്ല, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അയ്യപ്പന്റെ പൊന്ന് കട്ടത് ഞങ്ങളെടുത്ത് മുന്നിലേക്ക് വെച്ചു, അവർ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് വെച്ചു. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനകീയ കോടതി തീരുമാനിക്കട്ടെ ഇതിൽ ഏതെടുക്കണമെന്നുള്ളത്. നമ്മളൊരു ഇലക്ഷനെ നേരിടുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നതിന് പകരം ഇവിടെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു വലിയ ആരോപണമുണ്ട്, വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം, ഇവിടുന്ന് ഇങ്ങോട്ടും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏതിനെയാണ് നമ്മൾ ജനങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്. സോ രണ്ട് കള്ളന്മാരുണ്ട്. ഈ രണ്ട് കള്ളന്മാരിൽ ആരുടെ കള്ളത്തരത്തിനോടാണ് നമ്മൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ കള്ളത്തരമാണ് കൂട്ടത്തിൽ ചെറിയ കള്ളത്തരമായിട്ട് നമുക്ക് തോന്നുന്നത്, അതിലൊരാൾ ജനങ്ങൾ സെലക്ട് ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ജനങ്ങളാണല്ലോ കോടതി എന്ന് രാഷ്ട്രീയക്കാർ പറയുന്നു, ജനങ്ങൾ തന്നെയാണ് കോടതി എന്ന് ജനങ്ങളും വിചാരിക്കുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമാവുകയാണ്. ഇവിടെ രണ്ട് ക്രൈമുകൾ നടന്നിട്ടുണ്ട്. രണ്ട് വളരെ ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുന്ന ആളുകളുണ്ട്. നമ്മുടെ മുന്നിൽ മീഡിയ പുറത്തുവിട്ടിട്ടുള്ള തെളിവുകളാണുള്ളത്. ഇതൊന്നും കോടതിയുടെ പരിഗണനയിലെത്തി കോടതി വിലയിരുത്തുന്ന ഒന്നും നമുക്കറിയില്ല. മീഡിയയിലൂടെ കുറേ കാര്യങ്ങൾ വന്നു, സോഷ്യൽ മീഡിയയിലൂടെ കുറേ ഷെയർ ചെയ്യപ്പെട്ടു. ഈ ജനങ്ങളാണ് കോടതി എന്ന് ജനങ്ങൾ വിചാരിക്കുന്ന പോലെ മീഡിയയാണ് കോടതി എന്ന് മീഡിയയും വിചാരിക്കുന്നു. അതുകൊണ്ടാണല്ലോ മാധ്യമ വിചാരണ എന്നൊരു വാക്ക് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് രണ്ട് ക്രൈമുകളുണ്ടായി, രണ്ട് കുറ്റങ്ങളുണ്ട്. മാധ്യമങ്ങൾ വിചാരണ ചെയ്യുന്നു, മാധ്യമങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നു, ജനങ്ങൾ അതിന് വിധി എഴുതുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ആക്ച്വലി ഇവർ കോമാളികളാക്കി മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള പരാതികൾ സത്യമാണോ? അയാൾ രാജിവെക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഭരണ സംവിധാനങ്ങളിലേക്ക് കൈകടത്താൻ അവകാശമുള്ള ഭരണ അധികാരം കിട്ടിയിട്ടുള്ള ഒരു യുവ നേതാവിനെതിരെ ഒരാരോപണം ഉണ്ടാവുന്നു. കേരളത്തിലെ നിലനിൽക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് സ്ത്രീപക്ഷ സർക്കാരാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. ഞങ്ങളും സ്ത്രീപക്ഷ നിലപാടുകളുള്ളവരാണ് എന്നുറക്കെ പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഇത് രണ്ടും ഇവിടെ ഉള്ളപ്പോഴും ഇത്തരമൊരു വളരെ ഗുരുതരമായ ആരോപണം, സ്ത്രീകൾ നേരിട്ട ബുദ്ധിമുട്ടുകളെ, അതും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ വരെ മുന്നിലേക്ക് വെക്കുന്ന രീതിയിലുള്ള പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ മുന്നോട്ട് വന്ന സമയത്ത് ഇവിടെ അത് ഡീൽ ചെയ്യപ്പെട്ടത് മാതൃകാപരമായിട്ടാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ജനങ്ങളെ കേൾക്കുന്ന, ജനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ജനങ്ങളെ കൺസിഡർ ചെയ്യുന്ന മാതൃകാപരമായ ഒരു നടപടി, നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന മാതൃകാപരമായ ഒരു നടപടിയോ ഒരു നീക്കമോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർക്ക് TRP മതി. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നതാണെങ്കിലും വേറെ ആർക്കെതിരെ വന്നതാണെങ്കിലും നിങ്ങൾ മാധ്യമങ്ങൾ ഈ കാര്യത്തിലെടുത്ത നടപടികൾ തന്നെ നോക്കൂ. എവിടെന്നെങ്കിലുമൊക്കെ സ്ക്രീൻഷോട്ടുകൾ കിട്ടുന്നു, ഓഡിയോ റെക്കോർഡിങ്സ് കിട്ടുന്നു, അതപ്പം തന്നെ ഫസ്റ്റ് കിട്ടിയത് ഞങ്ങൾക്കാണ്. അതാണ് അവരെല്ലാവരും ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ആദ്യം ഞങ്ങളിലൂടെയാണ് ഇത് പുറം ലോകം അറിയുന്നത്. അതും ഏറ്റവും സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ വരെ, നമ്മൾ ഏറ്റവും ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന വാർത്താ വായനക്കാരടക്കം ഇരുന്നുകൊണ്ട് മഞ്ഞ കഥകളും നീല കഥകളും ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഉപകാരം ഉണ്ടാവുന്ന, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ചർച്ചയിലേക്ക് ഇതിനെ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നില്ല. അവർക്ക് ഞങ്ങളാണ് ഫസ്റ്റ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെ വ്യൂസിൻ്റെ കാര്യം നോക്കിയാലും അതല്ല TV-യിലെ TRP റേറ്റിംഗ് നോക്കിയാലും ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള
പോലെയുള്ള പരിപാടികൾക്കപ്പുറത്തേക്ക് അവരിൽ നിന്ന് നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മാധ്യമങ്ങൾ നമ്മളോട് ചോദിക്കും, ഞങ്ങളിലൂടെ അല്ലേ ഇതൊക്കെ ആദ്യം പുറലോകം അറിഞ്ഞാൽ, ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ആരെങ്കിലും അറിയുമായിരുന്നു എന്നുള്ളത്. തീർച്ചയായും അത് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ നേരുള്ള നിറിവുള്ള മാധ്യമപ്രവർത്തനത്തിൽ പാലിക്കേണ്ടതല്ലാത്ത കുറേ കാര്യങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിന് എങ്ങനെയാണ് ഡീൽ ചെയ്തത്? അവരിതിനൊരു പൊളിറ്റിക്കൽ ടൂളായി മാത്രമാണ് കണ്ടിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ, ഒരു MLA-ക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നു. അയാളെ ഏറ്റവും മോശക്കാരനാക്കി ചിത്രീകരിച്ച് പോസ്റ്റ് ഇടുന്ന ആൾ ഞാനാണ്. അയാളെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വലിയ പ്രകടനം നയിക്കുന്നത് ഞാനാണ്. അയാൾക്കെതിരെ ഭീഷണി സ്വരത്തിൽ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നത് ഞാനാണ് എന്ന് വരുത്തി തീർക്കാനും, ആ പാർട്ടിയിലുള്ള എല്ലാവരും മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാനും, ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ ഇതിനെ ഭയങ്കര രസമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുമുള്ളതല്ലാതെ എന്തെങ്കിലും ഒരു പ്രവർത്തനം മറ്റേതെങ്കിലും ഒരു ഏതെങ്കിലും, ഞാൻ പറയുന്നത് നമ്മൾ ഈ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ ഇടതും വലതും എന്ന് പറഞ്ഞ് നമ്മളിവിടെ LDF-ഉം UDF-ഉം ആണ് സംസാരിക്കുക. ഇതിൻ്റെ ഇടയിൽ വേറെയുണ്ട് കക്ഷികൾ, BJP ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം. ആരിൽ നിന്നും മാതൃകാപരമായ ഒരു സമീപനം നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ല. 2 കാര്യങ്ങളാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ഒന്ന്, സ്ത്രീകളുടെ സുരക്ഷയാണ്. ഞങ്ങളാണ് സ്ത്രീ സുരക്ഷയുടെ വക്താക്കൾ, ഇവിടുത്തെ സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല. നമ്മുടെ ഭരണഘടന ഏറ്റവും ശക്തമായി ഉറപ്പ് നൽകുന്ന ഒരു കാര്യം ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ട് അതിനിവിടെ ആരും അഡ്രസ്സ് ചെയ്യുന്ന പോലുമില്ല. 2, ജനങ്ങൾക്ക് ലഭിക്കേണ്ട രാഷ്ട്രീയ നീതിയാണ്. അതിനെക്കുറിച്ചും ഇവിടെ ചർച്ചകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇവിടെ എന്തെങ്കിലും നടപടികൾ, ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തതും അന്വേഷണ വിധേയമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്തതും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി അയാൾ രാജിവെച്ചതും മാത്രമാണ് ഇവിടെ ഒരു ആക്ഷൻ, നടപടി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും, നമ്മളിവിടെ കുറേ പ്രതിഷേധ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു ആ പ്രതിഷേധ പരിപാടികൾ? DYFIയുടെ വക കുറേ കോഴി പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾ എന്തെങ്കിലും റിസൾട്ട് കൊണ്ടുവരുന്നതാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണ് എന്ന് ചിത്രീകരിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും തന്നെ സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റില്ല. BJPയുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തൊട്ടിലുകെട്ടൽ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞുമാവയ്ക്ക് പോലും ആ തൊട്ടിലുകെട്ടൽ കൊണ്ട് ഒരു ഉപകാരവും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു കോഴിയെ കൈകാര്യം ചെയ്യുന്നതിലുള്ള ശ്രദ്ധക്കുറവ് കൊണ്ട് കൊന്നതും BJPയുടെ ഭാഗത്തു നിന്നാണ് സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അവഹേളിക്കാൻ വേണ്ടി, മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പശുവിനെ ഉപയോഗിക്കേണ്ടി വന്നില്ലല്ലോ എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കാനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അയാൾക്ക് ഇന്ന ഇരട്ട പേരുകൾ, ഇയാളൊന്ന് നോക്കിയാൽ പോലും പേടിക്കണം എന്ന് പറയുന്ന ട്രോളുകളും മീമുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ഇതിലെന്തിനെങ്കിലും ഒന്നിനെ നമുക്കൊരു ആക്ഷനായി നോക്കിക്കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ജനോപകാരപ്രദമായ, ജനങ്ങളെ നോക്കിക്കാണുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഭാവി തലമുറയിൽ ഇനി വരാനിരിക്കുന്ന പരാതികളിലെങ്കിലും നീതി ഉറപ്പാക്കും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കുന്നത് പോലെയുള്ള ഒരു നടപടിയും ഒരു ആക്ഷനും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് മുഴുവൻ പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. ആക്ഷനുകളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രം സഹായകമാവുന്ന പ്രഹസനങ്ങളാണ് ഇവിടെ നടന്നതിലേറെ. എന്തുകൊണ്ടാണ് ഇത്തരം സമര രീതികളെ നമുക്ക് പ്രഹസനങ്ങൾ എന്ന് വിളിക്കേണ്ടി വരുന്നത്? ഇവരൊക്കെയും മറ്റുള്ള പാർട്ടിക്കാരുടെ മേൽ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓരോ പ്രഹസനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കുറേ നടപടികളുമായിട്ട് വരും. എന്നാൽ അതേസമയം സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവിന് നേരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ പാർട്ടി അന്വേഷിക്കും, പാർട്ടി തീരുമാനിക്കും എന്ന് പറയുന്ന ഡയലോഗാണ് പറയുക. ഇങ്ങനെ ഓരോരുത്തരും ഓരോ ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് ഇവരുടെ ഈ പ്രഹസനങ്ങൾക്ക് ഇരയാവേണ്ടി വരുന്ന കുറച്ച് വീട്ടിൽ വളർത്തുന്ന ജീവികളുണ്ട്. ആടായും കോഴിയായും പോത്തായും പശുവായും കാളയായും ഒക്കെ. അവറ്റകൾക്കൊക്കെ വാതുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്നോടൊക്കെ എന്നാ ഉണ്ടാക്കാൻ വന്നടാ എന്ന് അവർ തിരിച്ചു ചോദിച്ചാണ്. ഇനി ഇങ്ങനെയുള്ളൊരു കേസിൽ ശരിക്കും ഉണ്ടാവേണ്ടിയിരുന്ന ഒരു സമീപനം എന്തായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ഇത് ഞാൻ പറയുന്നത് എൻ്റെ ആശയം മാത്രമാണ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഗംഭീരമായേനെ എന്ന് പറയുന്ന എൻ്റെ അഭിപ്രായം മാത്രമാണ്. ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവണമായിരുന്നു. പക്ഷേ അവർ നേരിടുന്ന നിലവിലെ പ്രശ്നം അവർക്ക് കൃത്യമായ തെളിവുകളോ കൃത്യമായിട്ടുള്ള പരാതികളോ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തെ എങ്ങനെ നോക്കി കാണണമായിരുന്നു, എങ്ങനെ അവർ ഇതിനെ കൈകാര്യം ചെയ്യണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇത്തരമൊരു വളരെ സീരിയസ് ആയ ഒഫൻസ് ഉണ്ടാവുന്ന സമയത്ത് സ്റ്റേറ്റ് നിൽക്കേണ്ടത്, ഭരണകൂടം നിൽക്കേണ്ടത് ഇരയ്ക്കൊപ്പമാണ്. അവരുടെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പരാതിക്കാരിയുടെ പ്രൈവസി ഉറപ്പാക്കുക എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഒരു കേസുമായി ഒരു പെൺകുട്ടി മുന്നിലേക്ക് വന്നാൽ തന്നെ
ആദ്യത്തെ ചോദ്യം, അവൾ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, അവൾ എന്ത് മേക്കപ്പാണ് ചെയ്യുന്നത്, അവൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അവൾ ഏത് സമയത്താണ് വീട്ടിൽ കയറുന്നത്, എപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അവളുടെ ജീവിത രീതി എന്താണ്, അവൾ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നിൽക്കുന്നത് എങ്ങനെ, നടക്കുന്നത് എങ്ങനെ, ഇരിക്കുന്നത് എങ്ങനെ. അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ജഡ്ജ് ചെയ്ത് ഏറ്റവും മോശമായി ചിത്രീകരിച്ച് സ്ലട്ട് ഷെയിം ചെയ്ത് ക്യാരക്ടർ അസാസിനേഷൻ നടത്തി അവരെ ഇല്ലാണ്ടാക്കുന്ന പ്രവർത്തികളാണ് നമ്മുടെ നാട്ടിൽ നടക്കുക. പേരും വിവരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആളുകൾ ഊഹിച്ച് കണ്ടുപിടിക്കും അത് ഇന്നയാളാണെന്ന്. ഇനി ഇതിൻ്റെ ഇടയിൽ ആരാണ് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നതെന്ന് അറിയില്ല. പല വിവരങ്ങളും കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ദാ ഇന്ന ആളാണ് പരാതിക്കാരി, ദാ ഇവളാണ് ഈ പരാതി തുടങ്ങി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഒരാളെ അയാൾ ഇനി എന്തിനും ജീവിക്കണമെന്ന് അയാൾ തന്നെ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചു കളയും നമ്മുടെ സോഷ്യൽ മീഡിയ. ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുന്ന സമയത്ത് പരാതിക്കാരി ആരാണ് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ സംബന്ധിച്ച് അത്ര വലിയ പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല. അത്രയും വലിയൊരു നെറ്റ്വർക്ക് സിസ്റ്റം ഇവിടെ അവൈലബിൾ ആണ്. പരാതിക്കാരിയെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുക. ഈ സമയത്ത് അവർ ആ ഫോൺ കോളിലാണെങ്കിലും പറയുന്നുണ്ട് മാനസികമായി ഞാൻ ഏറ്റവും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ആ സമയത്ത് അവർക്ക് മാനസികമായ പിന്തുണ ഉറപ്പാക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. അവരേത് മാനസികാവസ്ഥയിലാണോ ഇരിക്കുന്നത്, ചിലപ്പോൾ ഇപ്പോൾ പരാതി കൊടുക്കുക എന്നുള്ളത് അവരുടെ പ്രയോറിറ്റി ആയിരിക്കില്ല. പരാതിയേക്കാൾ കൂടുതൽ എൻ്റെ മാനസികാരോഗ്യമാണ് എനിക്ക് ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പരാതി കൊടുക്കാൻ നിർബന്ധിക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ഏറ്റവും ആവശ്യമായ കെയർ ഉറപ്പാക്കുക. പ്രൊഫഷണൽസിനെ അതിന് വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അത് ഏൽപ്പിക്കുക. അതിനുശേഷം ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഇരകൾക്ക് കൊടുക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കണം. അവരെ കാത്തിരിക്കുന്ന പൊളിറ്റിക്കൽ മീഡിയ പ്രഷറിൽ നിന്നും സംരക്ഷിച്ച് പിടിച്ചുകൊള്ളാം എന്നൊരു ഉറപ്പ്, എന്നൊരു പ്രതീക്ഷ, ഹോപ്പ് അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത്തരമൊരു കേസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്നത് എന്തൊക്കെയാണ്? മാധ്യമ വിചാരണ, സോഷ്യൽ മീഡിയ വിചാരണ, പൊളിറ്റിക്കൽ വിചാരണ, കോടതിയിലെ വിചാരണ. അങ്ങനെ ഒരാളുടെ മാനസികാവസ്ഥയെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഇങ്ങനൊരു കേസുമായി മുന്നോട്ട് പോകുന്ന ഓരോ പെൺകുട്ടിയും നേരിടേണ്ടി വരുന്നത് എന്തൊക്കെയാണ് എന്ന് കാണുന്ന ഇതിനേക്കാൾ ക്രൂരമായി ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റു പെൺകുട്ടികൾ എന്ത് ധൈര്യത്തിലാണ് തങ്ങൾക്കുള്ള പരാതികൾ, തങ്ങൾ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ സാധിക്കുക? താൻ മോശമായി ട്രീറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നൊരു പെൺകുട്ടി എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നോട് മോശമായി സംസാരിച്ചു, സ്റ്റോക്കിംഗ് നേരിട്ടു എന്ന് പറഞ്ഞ് പേര് വെളിപ്പെടുത്തി പരാതി കൊടുത്ത, അതായത് ഞാനാണ് ആ പരാതിക്കാരി എന്ന് തുറന്നു പറഞ്ഞ ഒരു സ്ത്രീ നമ്മുടെ മുന്നിലുണ്ട്. അവരിന്ന് സോഷ്യൽ മീഡിയയിൽ അനുഭവിക്കുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ വെറുതെ അവരുടെ പോസ്റ്റുകളുടെ കമൻറ്റ് ബോക്സിലേക്ക് പോയാൽ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ജോലിയുടെ പേരിൽ, മേക്കപ്പിൻ്റെ പേരിൽ, ഡ്രസ്സിങ്ങിൻ്റെ പേരിൽ, എന്തിൻ്റെയൊക്കെ പേരിൽ അവരെ ചീത്ത വിളിക്കാമോ അതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മോശം അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാൻസ്ജെൻഡർ യുവതി പരാതിയുമായി മുന്നോട്ട് വരുന്നു ഈ പെർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട്. ആ പരാതിയിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ വരട്ടെ, എന്നിട്ടത് തെളിയിക്കപ്പെടട്ടെ. പക്ഷേ അവരൊരു പരാതിയുമായി ഞാനാണ് ആ പരാതിക്കാരി എന്ന് വെളിപ്പെടുത്തി മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും നാളും ഈ കേസിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഫുള്ള് ഫേക്ക് കേസാണെന്നുള്ളത്. അത്രയും ഗതികേടുണ്ട് ഒരു മനുഷ്യന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രാൻസ്ജെൻഡർ യുവതിയെ മാത്രമല്ല ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ തന്നെ മോശമായി ചിത്രീകരിച്ചുള്ള അറ്റാക്കാണ് ഇവിടെ നടന്നത്. ഈ അറ്റാക്കിന് നേതൃത്വം നൽകിയിട്ടുള്ള ഓരോ മലയാളികളും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഇൻബോക്സിലേക്ക് വരുന്ന മെസ്സേജുകളൊന്ന് വായിച്ചു നോക്കണം. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ തോത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്ക് ആ മെസ്സേജുകളിൽ, ആ ഇൻബോക്സുകളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിക്ക് യാതൊരു വിലയും കൊടുക്കാതെയുള്ള ഏറ്റവും മോശം പദപ്രയോഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ ആരോപണ വിധേയം പറയുന്നു ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾ പറയുന്നു ഞങ്ങളാണല്ലോ കോടതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞ് ഈ വാർത്തകളൊക്കെ കണ്ടിങ്ങനെ രസിക്കുകയാണ്. ഇവിടെ ബാധിക്കപ്പെട്ട ആളുടെ മാനസിക ആരോഗ്യത്തിന് പുല്ല് വിലയാണ് കിട്ടുന്നത്. ആ വ്യക്തി അവർക്ക് അവരുടെ മാനസികാവസ്ഥ ഏറ്റവും നല്ലൊരു രീതിയിലേക്ക്, അവർക്ക് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ അവർ സ്ട്രോങ് ആയി എന്ന് സ്വയം തോന്നുന്ന ആ സമയത്ത് പരാതിയുമായി മുന്നോട്ട് വരട്ടെ. അതുവരെ അവരെ ഏറ്റവും നല്ല മാനസികാവസ്ഥയിലേക്ക് ഗൈഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടുത്തെ ഗവൺമെൻറ്റിന് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി അതാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ ഭാഗമായി ഈ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലുകളൊക്കെ ഉണ്ടാവും. ഫോർമലായിട്ടുള്ളൊരു പരാതിയില്ല എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് ഈ കേസ് കുറേ നാൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവിമുക്തനാവുകയോ അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ സോൾവ് ആകപ്പെടുകയോ ചെയ്യും. ഞാൻ മുൻ പല കേസുകളും എങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതിനെ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇതിങ്ങനെ സംഭവിക്കുക എന്നുള്ളതല്ല. പക്ഷേ കേസിൽ നിന്ന് വിമുക്തനാവുന്ന നിമിഷം മുതൽ, ഈ കേസ് ക്വാഷ് ചെയ്യപ്പെടുന്ന നിമിഷം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഗ്നിശുദ്ധി തെളിയിച്ച രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറും. അദ്ദേഹത്തിനെതിരെ
മോശം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ അന്ന് അവൈലബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ടൂൾ എന്താണോ അത് അന്വേഷിച്ച് പോകും. അവരാരും ഈ കേസ് നല്ല രീതിയിലല്ല പോയത്, നമുക്ക് സുപ്രീം കോടതി പോകണമെന്ന് വാദിക്കാൻ വേണ്ടി വരില്ല. മാധ്യമപ്രവർത്തകർ അന്ന് അവർക്ക് കടിച്ചു തിന്നാൻ കിട്ടുന്ന എല്ലിൻ കഷ്ണത്തിന് പിന്നാലെ പോകും. ഏറ്റവും അവസാനം ഇവിടെ ബാക്കിയാവുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ മുഴുവൻ ഏൽക്കേണ്ടി വന്ന, മാധ്യമ വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വന്നിട്ടുള്ള പെൺകുട്ടികൾ മാത്രമാണ്. ബാലേട്ടനിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട്, കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കും, വാങ്ങിക്കുന്നവരെന്നും വാങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ആക്രമിക്കുന്നവരെന്നും ആക്രമിച്ചുകൊണ്ടേയിരിക്കും, ആക്രമിക്കപ്പെടുന്നവരെന്നും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ സ്റ്റേറ്റിനെ വിശ്വസിച്ചുകൊണ്ട്, ഈ സമൂഹത്തിനെ വിശ്വസിച്ചുകൊണ്ട് അവരെൻ്റെ ഒപ്പം നിൽക്കും, എൻ്റെ ഭാഗത്തെ ന്യായം കേൾക്കാൻ ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് വരേണ്ട ആൾക്ക് എന്ത് സന്ദേശമാണ് കിട്ടുന്നത്? എൻ്റെ ഒപ്പം ആരും നിൽക്കാൻ പോകുന്നില്ല, ഏറ്റവും അവസാനം ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്ക് ആക്രമിക്കപ്പെടും എന്ന് പറയുന്നൊരു ചിന്ത ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലാതെ അത് ഏറ്റവും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയ്ക്ക് തീ കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ മാധ്യമങ്ങളോ രാഷ്ട്രീയ കക്ഷികളോ ജനങ്ങളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവിടെ ആക്രമിക്കപ്പെട്ടത് സ്ത്രീകളാണെന്നാണ്, ആ പരാതികളിലൊക്കെയും സ്ത്രീകളാണ് ആക്രമിക്കപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ എത്ര രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമായിട്ടുള്ള സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകർ ഇതിനെതിരെ അതിശക്തമായ സ്റ്റേറ്റ്മെൻറ്റുകളുമായി വരുന്നത് നമ്മൾ കണ്ടു. എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം എന്നുള്ളത്, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ മേഖലയിലുള്ളതുപോലെ അവിടെയും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വരണം, അതിന് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് സ്വന്തം നിലയ്ക്ക് പറയുന്ന എത്ര സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകരെ നമ്മളിവിടെ കണ്ടു. അങ്ങനെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് വന്ന രാഷ്ട്രീയ പ്രവർത്തകമാർ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും മോശമായ സൈബർ ആക്രമണങ്ങളുടെ ഉദാഹരണങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ മലയാള സിനിമയിലെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന, ഒരു സെറ്റിൽ വെച്ച് ഒരു സ്ത്രീ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കേൾക്കാനും പരിഹരിക്കാനും വേണ്ടി ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കണം എന്ന് പറയുന്ന കാര്യം എത്രത്തോളം ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒന്ന് ചെയ്യണം എന്ന് പറയുന്ന ഒരു നിർദ്ദേശം അവരുടെ മുന്നിലുണ്ട്. ഇവിടെ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളിലേക്ക് നോക്കൂ, എത്രയോ ശക്തരായ വനിതാ നേതാക്കൾ നമുക്കുണ്ട്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയിട്ടുള്ള ശൈലജ ടീച്ചർ പോലെയുള്ള എത്രയോ ആളുകൾ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളിലുണ്ട്. പക്ഷേ ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിന് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആരോഗ്യകരമായ ചർച്ചയിലേക്ക് ലീഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ പരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത് എന്നുള്ള വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എത്ര ചർച്ചകൾ നമ്മൾ കണ്ടു. മഹിളാ കോൺഗ്രസിൽ നിന്ന് പോലും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ മഹിളാ കോൺഗ്രസ്സിൽ മാത്രമല്ല, ലീഗിനെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അവിടെയും ഒറ്റപ്പെട്ട കുറച്ച് ആളുകൾ ഇതിൻ്റെ ഭാഗമായി പോയല്ലോ ഞാൻ എന്നെനിക്ക് സങ്കടമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയിൽ ഇങ്ങനെ നടക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു പ്രസ്താവനകൾ മാത്രമേ നമ്മൾ എല്ലാ രാഷ്ട്രീയ കക്ഷിയിലും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ കേൾക്കുന്നുള്ളൂ. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് സ്ത്രീകളുടെ കൂട്ടായ ഒരു ശബ്ദം, ഒരുമിച്ചുള്ളൊരു ശബ്ദം, അതുണ്ടാകുമ്പോഴേ ഇവിടെ മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവും അത്തരം പ്രവർത്തനങ്ങളും നമ്മൾ കാണുന്നില്ല. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഉയരുമ്പോൾ തന്നെ അതിനെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ പാർട്ടിയുടെ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഉമ്മാക്കികൾ കാണിച്ച് പേടിപ്പിക്കുക, ഇതിനപ്പുറത്തേക്ക് ചർച്ചകൾ ഉണ്ടാവുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ലൈംഗിക ആരോപണം ഉണ്ടാവുകയാണെങ്കിൽ സ്ത്രീകളെ മോശക്കാരാക്കി സംസാരിക്കുന്ന ആളുകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടും. അവൾ അങ്ങനെയാണോ, അവൾ ഇങ്ങനെ ചെയ്തു, അല്ല പെണ്ണുങ്ങളൊക്കെ എന്തിനാണ്? ഇപ്പോൾ ഏറ്റവും അടുത്ത ഉദാഹരണം പോലും, ഒരു സ്ത്രീയെയും 5 പ്രാവശ്യമൊന്നും ഒരാൾക്കും ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല, ആദ്യത്തെ മാത്രമേ ബലാത്സംഗമുള്ളൂ എന്ന് പറയുന്ന വിവരക്കേടിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. സ്ത്രീയുടെയും പുരുഷൻ്റെയും സമ്മതം കിട്ടിയാൽ മാത്രമേ പീഡനം നടക്കുള്ളൂ എന്ന് പറയുന്ന വിവരദോഷികൾ ആഘോഷിക്കപ്പെടുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന, ഇരയ്ക്കൊപ്പം നിന്ന് സംസാരിക്കുന്നവർ ഇവിടെ കൂട്ട ആക്രമണമാണ് നേരിടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുള്ള ശരി തെറ്റുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമല്ല ഈ വീഡിയോ. ഒരു സൊസൈറ്റി എന്ന നിലയിൽ നമ്മളും, സിസ്റ്റം എന്ന നിലയിൽ നമ്മുടെ സ്റ്റേറ്റും എങ്ങനെ ഈ കാര്യത്തിനെ ഏറ്റവും നന്നായി ഡീൽ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. ഇതേ കാര്യത്തിൽ ചിലപ്പോൾ എനിക്കുള്ളതല്ലാത്തൊരു അഭിപ്രായം, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ നിങ്ങൾക്കും ഉണ്ടാവാം. പക്ഷെ അത് എന്ത് തന്നെയാണെങ്കിലും ഇത് കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യപ്പെട്ട് വിധി വരേണ്ട, കോടതി വിധി പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ഏത് കാര്യത്തെക്കുറിച്ചും അഭിപ്രായങ്ങൾ ഉണ്ടാവാനും അത് പ്രകടിപ്പിക്കാനും നമുക്ക് അവകാശമുണ്ട്. പക്ഷെ അതൊരു വ്യക്തി ആക്രമണം എന്നതിലേക്ക് മാത്രം ചുരുങ്ങുമ്പോഴാണ് ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നത്. അത് ആരോപണം നേരിടുന്ന ആളും ആരോപണം ഉന്നയിക്കുന്ന ആളും ഒരുപോലെ ആക്രമിക്കപ്പെടുകയാണ്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സംഭവം എന്താണ് എന്ന് വിശകലനം ചെയ്യുന്നതിന് പകരം ഒരു വ്യക്തിയെ ആക്രമിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് ഇതെല്ലാം ചുരുങ്ങി പോവുകയാണ്. നമ്മുടെ മുന്നിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാതൃകാപരമായ രീതിയിൽ ഇത്തരമൊരു ആരോപണം, ഇങ്ങനൊരു കേസ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും മാതൃകാപരമായി ഡീൽ ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളെങ്കിലും ഉണ്ടോ? ഒരെണ്ണമെങ്കിലും വിക്ടിമിന്
അയാൾ അർഹിക്കുന്ന പ്രൊട്ടക്ഷൻ ഉറപ്പാക്കും എന്നുറച്ചു പറയാവുന്ന ഈ ആരോപണത്തിൻ്റെ ഭാഗമായി വിധി വരുന്നതുവരെ രണ്ട് പാർട്ടീസും, അതായത് ആരോപണം ഉന്നയിക്കുന്നയാളും ആരോപണം നേരിടുന്ന ആളും ആക്രമിക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആസ് എ സിസ്റ്റം, ആസ് എ സൊസൈറ്റി ഡീൽ ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണമെങ്കിലും നമ്മുടെ മുന്നിലുണ്ടോ? നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, അതിനെ കേരള സമൂഹവും ഇവിടുത്തെ മാധ്യമങ്ങളും നമ്മുടെ ഗവൺമെൻറ്റും ഒക്കെ ഡീൽ ചെയ്യുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശം ഒരു എക്സാമ്പിൾ നമ്മൾ മുന്നിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇവിടെ FIR ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FIR ഒക്കെ ഉണ്ട്, പക്ഷേ പ്രോപ്പർ ഫോർമൽ കംപ്ലയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, ഇവിടെ ജസ്റ്റിസ് ഡെലിവർ ചെയ്യപ്പെട്ടോ, നീതി ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉത്തരം നോ എന്നാണ്. കാരണം ഇവിടെ ഡെലിവർ ചെയ്യപ്പെടേണ്ട നീതി ഈ കേസ് കൊടുത്തിട്ടുള്ള, ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പെൺകുട്ടികൾക്കോ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോ മാത്രമുള്ളതല്ല, ഇനി മുന്നോട്ട് വരാൻ പോകുന്ന ഞാനൊരു അനീതി ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് ഉറക്കെ പറയാനുള്ള ഒരുപാട് ആളുകൾക്ക് കൊടുക്കേണ്ട ഊർജ്ജമാണ് ഇവിടെ ഡെലിവർ ചെയ്യപ്പെടേണ്ട നീതി. അതിവിടെ ഉറപ്പ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് നോ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും കൺഫ്യൂസ്ഡ് ആയ ഒരു അറ്റ്മോസ്ഫിയർ രൂപീകരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ പൊന്നുമോളെ നീ ഇതൊക്കെ നേരിടേണ്ടി വരില്ലേ എന്ന് ആരെങ്കിലുമൊക്കെ ഇരുന്ന് ചുമ്മാ പറഞ്ഞാൽ പോലും ഒരു കേസുമായി മുന്നോട്ട് പോകേണ്ട ഒരു പെൺകുട്ടി തളർന്നു പോകുന്നൊരവസ്ഥയിൽ, ഒരു സ്ത്രീ തളർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും ഭീകരമായ ഒരു ഫ്യൂച്ചറിനെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉദാഹരണത്തിൽ പറയാം, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ, നമുക്കൊരു പ്രശ്നമുണ്ട്, നമ്മളെ മാനസികമായോ ശാരീരികമായോ ബാധിക്കുന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മളെ കേൾക്കാൻ തയ്യാറാവാത്ത, നമ്മളെ മനസ്സിലാക്കാൻ തയ്യാറാവാത്ത, നമുക്കൊപ്പം നിൽക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത, നമ്മളെ കുറ്റപ്പെടുത്താൻ മാത്രം തയ്യാറാവുന്ന, നമ്മളെ ഉപദ്രവിക്കാൻ അതൊരു അവസരമായി മാത്രം കണക്കാക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളത് തുറന്നു പറയുമോ? അത്രയേ ഉള്ളൂ. നമ്മളത് ചെയ്യില്ല. അത് തുറന്നു പറയുന്നതിനേക്കാൾ മനസമാധാനം ആ ട്രോമ ഉള്ളിൽ കൊണ്ട് കിടക്കുന്നതാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അത്തരമൊരു സാഹചര്യം, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അതിന് പരിഹാരം ഉണ്ടാവട്ടെ. അതിന് പരിഹാരമുണ്ടാകാൻ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിയിലും മാറ്റം വരണം. നമ്മുടെ ഗവൺമെൻറ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും മാറ്റം ഉണ്ടാവണം. നീതിന്യായ വ്യവസ്ഥ ബഹുമാനിക്കപ്പെടണം. അതിവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ഒന്നുകൂടി മനസ്സിരുത്തി വിശ്വസിക്കണം. ഇനിയെങ്കിലും ഇത്തരമൊരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത്, ആരോപണങ്ങളും കേസുകളും ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു പൊളിറ്റിക്കൽ TRP മൈലേജിന് വേണ്ടിയുള്ള യുദ്ധമായി കാണാതെ ഏറ്റവും നന്നായി ഡീൽ ചെയ്യപ്പെടേണ്ട ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കി എത്രത്തോളം പറ്റുമോ അത്രത്തോളം ശ്രദ്ധാപൂർവം അതിനെ ഡീൽ ചെയ്യാൻ പാകത്തിന് നമ്മുടെ സിസ്റ്റവും സൊസൈറ്റിയും ഒക്കെ പാകപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.